എന്റെ മോക്ക് സ്വർണം വാങ്ങിക്കാൻ ഞാൻ പണം ആവശ്യപ്പെട്ടു. ഇപ്പൊ അതിനുള്ള സമയമില്ലെന്ന് പറഞ്ഞു. അതേസമയം ഈ ഉണ്ണിക്ക് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞപ്പോ കുടുംബം മുഴുവൻ വേദനിച്ച് ലക്ഷമായിട്ട് ചെലവാക്കുമല്ലേ. ട്രീറ്റ്മെന്റിന് വേണ്ടിയല്ലേ ചെലവാക്കിയത് ചേച്ചി? അതിനെയാണ് അഖിലെ ഭാഗ്യം എന്നൊക്കെ പറയുന്നത്. അവർക്ക് എപ്പോഴും ഭാഗ്യം കൂടെയുണ്ടെന്ന് പറയുകയായിരുന്നു. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്. എന്ത് ചെയ്യാനാ, ഒരു സമാധാനവും സന്തോഷവും ഇല്ലാതായിപ്പോയി. നീ ഇപ്പൊ എന്തിനാടി പിശിക്കുന്നേ? ഉണ്ണിക്ക് ചെലവ് ചെയ്തതാണോ പ്രശ്നം, അതോ നിനക്ക് ചെലവിന് തരാത്തതാണോ പ്രശ്നം? ഞാൻ എന്ത് കരഞ്ഞു പറഞ്ഞാലും ആര് കേൾക്കാനാ? ആ ദൈവത്തിന് പോലും എന്നോട് ദയയില്ല. പക്ഷെ ഈ ഉണ്ണിക്ക് ജന്മം നൽകിയ അച്ഛനായ വസുചേച്ചിയുടെ ഭർത്താവ് മരിച്ച ഉടനെ അഭിചേട്ടന്റെ രൂപത്തിൽ ദൈവം ഉണ്ണിക്കൊരു അച്ഛനെയും വസുചേച്ചിക്കൊരു ഭർത്താവിനെയും കൊടുത്തു. സംസാരിച്ചത് മതി, ഒന്ന് നിർത്ത്. ഞാൻ സത്യമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മേ. വസുചേച്ചിയുടെ ആദ്യത്തെ ഭർത്താവ് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സൗഭാഗ്യമൊക്കെ ഉണ്ടാകുമായിരുന്നോ? ഇത്രയും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുമായിരുന്നോ? അങ്ങേര് മേളിലോട്ട് പോയി ഇവർക്ക് ഭാഗ്യവും വന്നു ചേർന്നു. ദമയന്തി, ഒന്ന് നിർത്തുന്നുണ്ടോ? ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. സത്യത്തിൽ നിങ്ങൾ ദൈവമാ ചേട്ടാ. ഇവര് പ്രസവിച്ച കൊച്ചിന് പുതിയ ജീവിതമല്ലേ കൊടുത്തത്. ഇല്ലെങ്കിലേ രണ്ടുപേരും റോഡിൽ കിടന്ന് പിച്ച എടുക്കുമായിരുന്നു. എന്റെ അറിവിലേ വസുചേച്ചിയുടെ ഭർത്താവ് മരിച്ച ഉടനെ തന്നെ നാട്ടുകാരെ കാണിക്കാൻ കുറച്ച് കരഞ്ഞിട്ടുണ്ടാവും. അതിനു പകരം ഇപ്പൊ സന്തോഷമായിട്ട് കഴിയുന്നുണ്ടല്ലോ. ആ മനുഷ്യൻ ചത്തതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെ നല്ലൊരാളെ കിട്ടിയത്. നാളെ ചേട്ടൻ മരിച്ചാലോ വേറൊരാള്. എന്നെ നിങ്ങൾ അടിക്കുന്നോ? ഇതിൽ കൂടുതൽ നീ എന്തെങ്കിലും വാക്ക് ഉച്ചരിച്ച കൊന്നുകളയും ഞാൻ. കണ്ടില്ലേ അമ്മേ, അമ്മയുടെ മുന്നിൽ വെച്ച് സ്വന്തം മോളെ മരുമകൾ അടിക്കുന്നത്. ഭാസ്കരേട്ടാ, അഭിച്ചേട്ടാ, കണ്ടില്ലേ വസുചേച്ചിയുടെ അഹങ്കാരം? എടാ അഖിലേ, കണ്ടില്ലേ ഈ അന്യായം? സുമംഗല കുഞ്ഞമ്മേ, ഭാനേച്ചി, ഈ വീട്ടിലെ മകളായ എന്നെ ദ്രോഹിക്കുന്നത് കണ്ടില്ലേ? മിണ്ടിപ്പോകരുത്. ഈ വീട്ടിലെ കുട്ടിയെ പോലെയാണോ നിന്റെ പെരുമാറ്റം? വസു നിന്നെ ഇപ്പൊ അടിച്ചില്ലായിരുന്നെങ്കിൽ അത് എനിക്ക് ചെയ്യേണ്ടി വന്നേനെ. അമ്മേ, നീ എന്റെ വയറ്റിൽ ജനിച്ചതില് എനിക്ക് നാണക്കേട് തോന്നുന്നു. വസുവിനെ കുറിച്ച് എന്തൊക്കെയാ ദമയന്തി നീ പറയുന്നത്? വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. ഈ വീട്ടിൽ ജനിച്ചു എന്ന് വെച്ചിട്ട് നിനക്ക് എന്താ അധികാരമുള്ള ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? ഭർത്താവ് മരിച്ചു പോണെന്ന് ഒരു ഭാര്യ ആഗ്രഹിക്കില്ല ദമയന്തി. നിന്റെ ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ചു പോയതിൽ നിനക്ക് വിഷമം തോന്നുന്നില്ലേ ദമയന്തി? അങ്ങനെയുള്ള നീ വസുവിന് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നീ വളരെ വലിയ തെറ്റാണ് ചെയ്തത് ദമയന്തി. വസുന്ധര ആയതുകൊണ്ട് മാത്രം അവള് മിണ്ടാതെല്ലാം കേട്ട് ഒരടിയിൽ ഒതുക്കിയത്. ഇവളുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണായിരുന്നെങ്കിൽ ഒപ്പം തന്നെ നിന്റെ കഴുത്തിന് പിടിച്ച് ഈ വീട്ടിൽ തന്നെ ചവിട്ടി പുറത്താക്കുമായിരുന്നു. എന്ത്? എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നോ? സാധാരണ പെൺകുട്ടികൾക്ക് സ്വന്തം വീടിനോട് സ്നേഹവും ബഹുമാനവും ഉണ്ടാവണം. സഹോദരങ്ങളുടെ ഭാര്യമാരോട് അസൂയയും വെറുപ്പും ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയല്ല ചേട്ടാ. വസുചേച്ചിയുടെ ആദ്യത്തെ ഭർത്താവ് ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ
അതെല്ലാം തന്നെ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് ദമയന്തി. അതുകൊണ്ട് ആവശ്യമില്ലാതെ അത് നീ ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യമില്ല. വസുന്ധരയ്ക്ക് ഞാനും ഈ വീടും കുടുംബവും അല്ലാതെ വേറെ ഒന്നും തന്നെയില്ല. അവളുടെ ഭർത്താവും ഞാനാണ്, ഉണ്ണി എൻ്റെ മകനുമാണ്. ഇനി മേലാൽ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. മറ്റ് പെൺകുട്ടികളെ പോലെ വസുന്ധര അത്ര ഭാഗ്യശാലിയൊന്നുമല്ല. വസുന്ധര കാരണമാണ് ഇന്ന് ഈ കുടുംബം തന്നെ ഒത്തൊരുമയോട് കൂടിയിരിക്കുന്നത്. ഈ കുടുംബത്തിനകത്ത് അവൾക്ക് എത്രത്തോളം സന്തോഷമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അവള് കാരണമാണ് ഈ കുടുംബം മുഴുവൻ സന്തോഷമായിട്ടിരിക്കുന്നത്. നിന്നോട് ഞാൻ വീണ്ടും വീണ്ടും പറയുമോ, ഇനി എന്നെ കൊണ്ട് ഇങ്ങനെയൊന്നും പറയിക്കരുത്. വസുന്ധര, ഉണ്ണിക്ക് മരുന്ന് കൊടുക്കാൻ സമയമായി. അവനകത്തേക്ക് കൂട്ടിക്കൊണ്ടോ. വാ ഉണ്ണി. ചെറിയമ്മയുടെ മകളാണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നിന്നോട് സ്നേഹമായിരുന്നു. എന്നാൽ ഞങ്ങളുടെ സ്വന്തം അനിയത്തിയാണെന്ന് അറിഞ്ഞപ്പോഴും അതേ സ്നേഹം തന്നെയാണ് ഉള്ളത്. ആ സ്നേഹം നഷ്ടപ്പെടുത്താതെ നീ സൂക്ഷിച്ചോണം. അത് മാത്രമേ നിന്നെ രക്ഷിക്കൂ. ചെറിയമ്മയുടെ മകളാണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നിന്നോട് സ്നേഹമായിരുന്നു. എന്നാൽ ഞങ്ങളുടെ സ്വന്തം അനിയത്തിയാണെന്ന് അറിഞ്ഞപ്പോഴും അതേ സ്നേഹം തന്നെയാണ് ഉള്ളത്. ആ സ്നേഹം നഷ്ടപ്പെടുത്താതെ നീ സൂക്ഷിച്ചോണം. അത് മാത്രമേ നിന്നെ രക്ഷിക്കൂ. നീ എന്തിനാ ഇങ്ങനെ വായി തോന്നിയതൊക്കെ പറയുന്നേ? ഭാസ്കർ ആകട്ടെ, അഖിലും അഭിയും ആകട്ടെ, ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടേ ഇല്ല. നീ എന്താ ഇങ്ങനെ ആയിപ്പോയേ? നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എന്നെ വഴക്കു പറയാല്ലേ? എനിക്ക് മനസ്സിലായി. ചേച്ചി വളരെ മോശമായിട്ട് സംസാരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്താലും നിങ്ങളത് മോശമായ കാണൂ. കാരണം എന്നെ ഒരു അന്യായിട്ടല്ലേ കാണുന്നത്. ഞാൻ ഈ വീട്ടിലൊരു അംഗമാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഈ ദമയന്തിയോടൊന്ന് സംസാരിച്ച് നോക്കണം. ആ വസുവിന് എത്ര ധൈര്യം ഉണ്ടേട്ടാ എന്റെ ചെകട്ട തടിച്ചത്. ഈ വീട്ടിൽ ജനിച്ച എന്റെ മേൽ അവള് കയ്യോങ്ങുന്നു. വിട്ടേക്കമ്മേ, ആവശ്യമില്ലാതെ സംസാരിച്ചോണ്ടല്ലേ ആന്റി അമ്മയെ തല്ലിയത്. നന്നായി. എടി, ഞാനും അവളും ഒന്നാണോടി? അവൾ എവിടുന്ന് പുറത്തുനിന്ന് വന്നവളാ. ഞാനോ ഈ വീട്ടിൽ ജനിച്ചവളാ. അമ്മ ഉണ്ണിയെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് തെറ്റല്ലേ? എന്താടി തെറ്റ്? ആ ഉണ്ണിച്ചെറുക്കിന് വേണ്ടി ലക്ഷമായിട്ട് ചെലവാക്കുക. ഞാൻ നിനക്ക് വേണ്ടി നമ്മുടെ കിട്ടുവിന് വേണ്ടി 1 ലക്ഷം ചോദിച്ചപ്പോ തരില്ലാന്ന് പറഞ്ഞു. ഈ സ്വത്തിലൊക്കെ നമുക്ക് പങ്കുണ്ട്. ഉണ്ണിക്ക് വെറുതെ ഒന്നുമല്ലല്ലോ അവര് ചെലവാക്കിയത്. പാവം, അവന് ആക്സിഡന്റ് സംഭവിച്ചോണ്ടല്ലേ അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയല്ലേ ചെലവാക്കിയത്. നീയും അവരെ പോലെ സംസാരിക്കാൻ തുടങ്ങാതെ. നമ്മളും ഇതുപോലൊക്കെ ചിന്തിച്ചാലേ അവസാനം നമ്മൾ ഭിക്ഷ എടുക്കേണ്ടി വരും. സ്വത്തിനെ കുറിച്ച് മാത്രം ആലോചിക്കാതെ മനുഷ്യരെ കുറിച്ച് കൂടെ ഒന്ന് ആലോചിക്കാമേ. മിണ്ടാതിരിക്കെ. എനിക്ക് തലവേദന സഹിക്കാൻ പറ്റുന്നില്ല. പോയി ചൂടായിട്ട് കോഫി ഇട്ടുകൊണ്ട് വാ. എന്താ ദമയന്തി, ആലോചിച്ചാലോചിച്ച് നിനക്കിപ്പോ തലവേദന കൂടിയല്ലേ? എന്നെ ദേഷ്യം പിടിപ്പിക്കാനാണോ ഇങ്ങോട്ട് വന്നത്? വെള്ളം കെട്ടി നിന്നാലേ കൂത്താടി ഉണ്ടാകും. ഇവിടെ കൂത്താടികൾ തമ്മിലടിയാ. നിന്നെയൊക്കെ ശല്യം ചെയ്തിട്ട് എനിക്കെന്ത് കിട്ടാനാടി? പിന്നെ ഇത്രയും നാൾ എന്നോട് വഴക്കുണ്ടാക്കിയിരുന്നല്ലേ? എന്തോ കുറച്ചു നേരത്തെ എന്റർടൈൻമെന്റ് അല്ലാതെ എനിക്കിതിൽ ഒരു ബെനിഫിറ്റും ഇല്ല. ആ, നിനക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എന്താ അത്? പയ്യെ തിന്നാ പനയും തിന്നാന്ന് പണ്ടുള്ള ആൾക്കാർ പറയാറില്ലേ? അതായത് നമ്മൾ ഇങ്ങനെ വഴക്കിട്ടോണ്ടിരുന്നാ നമുക്ക് നഷ്ടം സംഭവിക്കുന്നല്ലാതെ ഒരു ഗുണം ഉണ്ടാവില്ല. അതേസമയം
നമ്മൾ രണ്ടും ഒന്നിച്ചു എന്ന് വെച്ചോ, ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും. ഞാനും നിങ്ങളും തമ്മിൽ എന്ത് കൂട്ടുകൂടാനാ? നിങ്ങളെ കൊണ്ട് എനിക്കെന്ത് പ്രയോജനം കിട്ടാനാ? ഒരുപാട് പ്രയോജനമുണ്ട്. ഞാൻ പറയാം കേട്ടോ. നീ ഈ വീട്ടിൽ ജനിച്ച കുട്ടി, ഞാനും ഈ വീട്ടിൽ ജനിച്ചത് തന്നെയാ. നമ്മൾ രണ്ടുപേരും ഈ വീടിന്റെ അവകാശികളാ. നമ്മൾ തമ്മിൽ തല്ലുണ്ടാക്കിയ മരുമക്കളുടെ മുന്നില് നമ്മുടെ വില പോടി. അതേ സമയം നമ്മൾ ഒന്നിക്കുകയാണെങ്കിൽ പലതും നേടിയെടുക്കാം. ആ ലാഭം എന്താണെന്നാ ഞാൻ ചോദിക്കുന്നേ. ഇതുവരെയും ആ കാർത്തികയും ഞാനും ഒന്നിച്ചായിരുന്നു. വസുവിനെയും ഭാവനയും വിരൽ തുമ്പത്ത് നിർത്തിയിരുന്നതാ. ഇപ്പൊ കാർത്തിക ഈ വീട് വിട്ടു പോയപ്പോ എന്റെ വലതു കൈ നഷ്ടപ്പെട്ട പോലെയായി. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂടെ കൈ കോർക്കണമെന്ന് ആവശ്യമില്ല. ഉണ്ടടി, നിനക്കെന്റെ ആവശ്യം ഒരുപാടുണ്ട്. നീ ശിവാനിയെ എന്തിനാ ഇങ്ങോട്ട് വരുത്തിയതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിന്റെ സ്വന്തം മോളെ ഈ വീട്ടിലെ മരുമോളാക്കണമെന്നല്ലേ നിന്റെ ആഗ്രഹം? ആ കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ചുവരിന് പോലും ചെവിയുണ്ടെന്നുള്ള കാര്യം നീ കേട്ടിട്ടില്ലടി? ഈ വീടിന്റെ ചുവരുകളാ എന്റെ കാത്. ആരെവിടെ എന്തു പറഞ്ഞാലും എനിക്ക് അപ്പൊ തന്നെ അറിയാൻ പറ്റും. അപ്പോ ഞങ്ങൾ സംസാരിച്ചൊക്കെ നിങ്ങൾ ഒളിഞ്ഞു നിന്ന് കേട്ടു അല്ലേ? എങ്ങനെ കേട്ടാലെന്താ? നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നീ എന്നോടൊപ്പം കൈകോർത്താലുണ്ടല്ലോ, ശിവാനിയെ അഖിലിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന കാര്യത്തില് ഞാൻ നിനക്ക് സഹായം ചെയ്തു തരും. പക്ഷേ അതിലെനിക്കും കുറച്ച് ലാഭം ഉണ്ടാവണല്ലോ. ഞാൻ നിങ്ങളുടെ കൂടെ കൂട്ടുകൂടിയില്ലെങ്കിലോ? അങ്ങനെ ചെയ്തില്ലേ നിനക്ക് തന്നെയാ നഷ്ടം. ഈ വീട്ടിൽ എനിക്ക് ഒരു വിലയുണ്ട്. ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിന്റെ മകളെ ഈ വീടിന്റെ മരുമകളാകാതിരിക്കാൻ ശ്രമിക്കും. അതിൽ നിങ്ങൾക്ക് എന്താ ലാഭം കിട്ടുന്നേ? അത് തന്നെയല്ല ഞാനും പറയുന്നേ. നമ്മൾ രണ്ടുപേരും കൈകോർക്കുകയാണെങ്കിൽ നമുക്ക് അടി ലാഭം. പറ്റില്ലെന്ന് പറഞ്ഞാ നമുക്ക് തന്നെയാ നഷ്ടം. നിനക്ക് ഞാൻ നാളെ വരെ സമയം തരാം. സമാധാനത്തോടെ ആലോചിച്ചിട്ട് നിന്റെ തീരുമാനം പറ. പക്ഷെ ഒരു കാര്യം ഓർത്തോ, നിന്നോടൊപ്പം കൈകോർത്തില്ലെങ്കിലും എനിക്കൊരു നഷ്ടമില്ല. പക്ഷെ എന്നോട് നീ പക കാണിക്കാൻ വന്നാ നിനക്ക് നഷ്ടം സംഭവിക്കേ ഉള്ളൂ. അമ്മേ, കോഫി. ആ കോഫി ഇങ്ങ് നന്നേക്ക് മോളെ. നിന്റെ അമ്മയ്ക്ക് വേറെ കോഫി ഇട്ടോണ്ട് വാ. കുഞ്ഞമ്മയായിട്ട് കൈ കോർക്കുന്നതാണോ നല്ലത്, അതോ വേണ്ടാന്ന് വെക്കുന്നതാണോ നല്ലത്? എന്തായാലും ശരി, വസു ചേച്ചിക്കിട്ട് നല്ല പണി കൊടുക്കണം. നിങ്ങളുടെ അടുത്ത് നിന്നും ഒരാൾ നിങ്ങളുടെ മകനെ പിരിക്കാൻ പോകുന്നു. ആ വ്യക്തി വളരെ ആപത്തായ ആളായി. വസുന്ധര, എന്താ മരുന്ന് താഴെ ഇട്ടിരിക്കുന്നത്? ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തു പറ്റി അമ്മേ? ഒന്നുമില്ല ഉണ്ണി, നീ കിടന്നുറങ്ങാൻ നോക്ക്. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല അമ്മേ. അമ്മ ടെൻഷൻ അടിക്കണ്ട. അച്ഛാ, അമ്മയോട് ധൈര്യമായിട്ടിരിക്കാൻ പറ. ഉറപ്പായി ഉണ്ണി. മോൻ ആദ്യം റെസ്റ്റ് എടുക്കാൻ നോക്ക്. കിടക്ക്, ഉറങ്ങിക്കോ. റെസ്റ്റ് എടുക്കാൻ നോക്ക്. ദമയന്തി ഇങ്ങനെ പറഞ്ഞതിനെ കുറിച്ച് ഓർത്ത് താൻ വിഷമിച്ചിരിക്കണോ വസു? അവള് പറഞ്ഞൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ഇല്ല ഏട്ടാ, ഞാനിപ്പോ ആലോചിക്കുന്നത് സ്വാമിജി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാ. ഉണ്ണിക്കൊരു ആപത്തുണ്ടാവുമെന്ന് സ്വാമിജി അന്നേരം പറഞ്ഞിരുന്നില്ലേ? അത് തന്നെ സംഭവിച്ചു. ഒരു വ്യക്തി കാരണം ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും ഉണ്ണി എന്നെ വിട്ട് പിരിയുമെന്നും പറഞ്ഞിരുന്നില്ലേ സ്വാമി? അതുപോലെ എങ്ങാനും സംഭവിക്കുമെന്ന ഇപ്പോഴത്തെ എന്റെ പേടി. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇത് നടന്നില്ല ഏട്ടാ. നമ്മുടെ അടുത്ത് നിന്ന് ഉണ്ണിയെ ആർക്കും പിരിക്കാൻ സാധിക്കില്ല. എന്നെ വിശ്വസിക്കേ.
വിധിച്ചിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ഉണ്ണി എന്നെ വിട്ട് പിരിഞ്ഞോ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഉണ്ണിയെ പിരിഞ്ഞ് എനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ വസു? നമ്മളിൽ നിന്നും ഉണ്ണിയെ ആരാ പിരിക്കാൻ നോക്കുന്നത്? അവരാരാണെങ്കിലും ശരി, ഇനി ആ ദൈവമാണെങ്കിലും ശരി, ഉണ്ണിയെ വിട്ടുകൊടുക്കില്ല. അപ്പോ അപ്പോ ആരാ നമ്മളിൽ നിന്നും ഉണ്ണിയെ പിരിക്കാൻ നോക്കുന്ന? ആർക്കാ എന്റെ മകനോട് ഇത്രയ്ക്ക് ദേഷ്യവും വൈരാഗ്യവും ഉള്ളത്? ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് കാർത്തിക, ഇരിക്കൂ. ലക്ഷ്മി, എന്താ മാഡം? കാർത്തികയ്ക്ക് കോഫി ഉണ്ട്. വേണ്ട മാഡം. ശരി, നീ പൊയ്ക്കോ. എന്നോട് മാഡം എവിടെയോ പോകാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ മോളുടെ ബർത്ത്ഡേയാ. രാവിലെ തന്നെ വരണമെന്ന് പറഞ്ഞേക്കുവാ. ഇപ്പൊ മാഡം പോകേണ്ടത് മാഡത്തിന്റെ ഫ്രണ്ടിന്റെ മകളുടെ ബർത്ത്ഡേക്കല്ല, മാഡത്തിന്റെ മകനെ കാണാനാ. എന്റെ മകനോ? അതെ, ഉണ്ണിയുടെ അടുത്തേക്ക്, അതായത് വസുവേടത്തിയുടെ വീട്ടിലേക്ക്. അവരുടെ വീട്ടിൽ ഞാൻ എങ്ങനെ പോകും? എന്തുകൊണ്ട് പോകാൻ പാടില്ല? ഇത്രയും നാളും നിങ്ങൾ ആരാണെന്ന് അവരെ അറിയാത്തത് കൊണ്ട് ആ വീട്ടിലേക്ക് പോകാൻ ഒരു ചാൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഉണ്ണിയുടെ ജീവൻ രക്ഷിച്ച ദേവതയാണ്. ധൈര്യമായിട്ട് ആ വീട്ടിലേക്ക് ചെല്ലാം. കറക്റ്റ് കാർത്തിക, നീ എന്നേക്കാൾ ഫാസ്റ്റ് ആണല്ലോ. ഇന്ന് തന്നെ ഞാൻ അവരുടെ വീട്ടിൽ പോയി ഉണ്ണിയെ കാണുന്നത് പോലെ ആ വീട്ടിലുള്ള എല്ലാരെയും ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ? ബട്ട് കെയർഫുൾ മാഡം. മാഡത്തിനെ കുറിച്ച് ഡൗട്ട് വരാതെ നോക്കണം. പ്രധാനമായിട്ടും വസുവേട്ടത്തിക്ക് അഭിയേട്ടനും. എന്താ, അവരത്ര സ്പെഷ്യലാണോ? അവര് ഡേഞ്ചറസ് ആണ്. അവരുടേത് എക്സ്റേ കണ്ണുകളാണ്, നോട്ടുവാണെങ്കിൽ സ്കാനറും. മാഡത്തിന്റെ മേൽ ഒരു ചെറിയ ഡൗട്ട് അവർക്ക് തോന്നിയാലും നിങ്ങൾ നേരെ പോകുന്നത് ജയിലിലേക്കായിരിക്കും. എന്താ കാർത്തിക ഇത്ര ബിൽഡപ്പ് ഒക്കെ? ആ വീട്ടിൽ എനിക്ക് അത്രയ്ക്കും എക്സ്പീരിയൻസ് ഉണ്ട് മാഡം. അവരെത്രമാത്രം നല്ലവരാണോ, പ്രശ്നം വരുമ്പോൾ അത്രയ്ക്കും മോശപ്പെട്ടവരും. അവരോട് മത്സരിക്കുന്നത് അത്ര എളുപ്പമല്ല. നിനക്ക് അവരെ പറ്റി മാത്രമേ അറിയൂ, എന്നെ കുറിച്ച് അറിയില്ലല്ലോ അല്ലേ? എന്റെ നോട്ടം, എന്റെ സംസാരം, എന്റെ പ്രവൃത്തികളെല്ലാം തന്നെ അത്ര ഈസിയായി കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. മാഡത്തിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാ പറഞ്ഞത്. ഇറ്റ്സ് ഓക്കെ കാർത്തിക, താങ്ക് യു വെരി മച്ച്. ആ വീട്ടിൽ പോയി ഉണ്ണിയെ കണ്ട് ആ വീട്ടിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞ് നല്ല ഐഡിയ തന്നിരിക്കുന്നത്. നോ മെൻഷൻ മാഡം. മോനെ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഐ ആം ഫൈൻ അച്ഛാ. ഓക്കെ അല്ലേ? ഗുഡ്. ആ, അമ്മ പാല് കൊണ്ടുവന്നിട്ടുണ്ട്. ഉണ്ണി, ഉണ്ണി എന്താ കുടിച്ചേ? കോഫി എടുത്തു കേട്ടോ. താങ്ക് യു വസുന്ധര. എനിക്ക് വീട്ടിലിരുന്ന് ബോറടിക്കുന്നമ്മേ, ഞാൻ സ്കൂളിൽ പോയിക്കോട്ടെ. ഉണ്ണി, ഇന്നും കൂടെ നല്ല റെസ്റ്റ് എടുത്തിട്ട് നാളെ മുതൽ സ്കൂളിൽ പോയിക്കോ. ഓക്കെ? അനുവും കീർത്തിയും കിട്ടുചേട്ടനും ഒക്കെ ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ടല്ലോ അച്ഛാ. ഇല്ല, നീ വീട്ടിലുള്ളത് കൊണ്ട് അവരാരും സ്കൂളിൽ പോയില്ല. എങ്കിൽ ഞാൻ പാല് കുടിച്ചിട്ട് അവരുടെ കൂടെ പോയി കളിച്ചോട്ടെ. ഉണ്ണി, ഇന്ന് ശരീരം അനങ്ങിയുള്ള ഒരു കാര്യവും ചെയ്യണ്ട. മോനിന്ന് കംപ്ലീറ്റ് റെസ്റ്റ് ആണ് വേണ്ടത്. ഒരു കാര്യം ചെയ്യാം, ഈവനിങ് ചെറിയച്ഛനോട് പറഞ്ഞ് മോനെ പാർക്കിലേക്ക് കൊണ്ടുപോകാൻ പറയാം. അതുപോലെ അഖിലേട്ടാ, എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? എന്റെ ഡ്രസ് എങ്ങനെയുണ്ട് ഏട്ടാ?